നമസ്തേ. കഴിക്കുന്ന ഭക്ഷണത്തെ ചൊല്ലിപ്പോലും അനേകം വിവാദങ്ങളും വിമർശനങ്ങളും കലഹങ്ങളും നടക്കുന്ന ഈ സമയത്ത് എന്താണ് നമ്മുടെ ഭാരതീയമായിരിക്കുന്ന സംസ്കൃതി, സംസ്കാരമെന്ന് നമുക്ക് അല്പമൊന്ന് പരിശോധിച്ചു നോക്കാം. BC 8000 അതിനു മുൻപോ എഴുതപ്പെട്ടിരിക്കാമെന്ന് കരുതപ്പെടുന്ന ഋഗ്വേദം അവിടെ നിങ്ങോട്ട് AD 2000 ചേർത്ത് 10,000 വർഷത്തിലധികം പാരമ്പര്യമുള്ള ഒരു വേദ സംസ്കൃതി ഈ നാട്ടിലുണ്ടായിരുന്നു. സ്വതന്ത്ര ഭാരതത്തിലെ ദേശീയഗാനം അത് 2-3 നദികളെയും പർവ്വതങ്ങളെയും കുറിച്ച് മാത്രം പറയുമ്പോൾ 2000-3000 വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഭാരതത്തെക്കുറിച്ച് വ്യക്തമായ നിർവചനം കൊടുത്തിരുന്നു. തം ദേവനിർമ്മിതം ദേശം ഹിന്ദുസ്ഥാനം പ്രചക്ഷതേ. ഹിമാലയത്തിൽ നിന്ന് ആരംഭിച്ച് ഇന്ത്യൻ മഹാസമുദ്രം വരെ പരന്നു കിടക്കുന്ന ദേവനിർമ്മിതമായ ദേശത്തെയാണ് ഹിന്ദുസ്ഥാനം എന്ന് പറയുന്നത്. വിന്ധ്യ ഹിമാചല എന്ന 2 പർവ്വതങ്ങളെ മാത്രം പറഞ്ഞ് ദേശീയഗാനം നിർത്തുമ്പോൾ ഭാരതത്തിൽ പുരാതന കാലം മുതൽക്കേ രചിക്കപ്പെട്ട ഒരു സംസ്കൃതിയുടെ 4 വരികൾ വിന്ധ്യ ഹിമാചലയിൽ നിർത്താതെ വിന്ധ്യ പർവ്വതവും ആരാവലിയും സഹ്യപർവ്വതവും അതുപോലെയുള്ള ഭാരതത്തിലെ ഓരോ സംസ്ഥാനങ്ങളെയും പ്രതിനിധീകരിക്കുന്ന പർവ്വതങ്ങളെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഗംഗ, യമുന എന്നീ 2 ഉത്തരേന്ത്യൻ നദികളെ കുറിച്ച് മാത്രം സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ അംഗീകരിച്ച ദേശീയഗാനത്തിൽ പറയുമ്പോൾ ഭാരതത്തിൽ രാവിലെ ക്ഷേത്രങ്ങളിലെ പൂജാരിമാര് ശംഖുപൂരണം നടത്തി ആ ശംഖിൽ തീർത്ഥമുണ്ടാക്കുമ്പോൾ ആവാഹിക്കുന്ന ഒരു മന്ത്രമുണ്ട്. ഗംഗേ ജമുനേ ജൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധം കുരു. ഗോദാവരി ആന്ധ്രാദേശത്തിലെ, കാവേരി കർണാടകത്തിലെ, നർമ്മദ ഗുജറാത്തിലെ, സരസ്വതി രാജസ്ഥാനിന്റെ അപ്പുറത്ത് ഈ നദികളെ മുഴുവൻ ഒരുമിച്ച് ചേർത്ത് ഭാരതത്തെ ഒറ്റക്കെട്ടായി കാണാൻ അനവധി സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് ഭാരതീയർക്ക് സാധിച്ചിരുന്നു. ഹസ്തിനപുരത്തിന്റെ അപ്പുറത്ത് നിന്ന് ആരംഭിച്ച് മൗറീഷ്യസ് വരെ എത്തി നിന്നിരുന്ന ഒരു സംസ്കാരമാണത്. ചരിത്രത്തിന്റെ ഭാഗമാണ്. സിംഗപ്പൂർ സിംഹപുരമായിരുന്നു, കംബോഡിയ കാംബോജ ദേശമായിരുന്നു, ബർമ്മ ബ്രഹ്മപ്രദേശമായിരുന്നു, ശ്രീലങ്ക ലങ്കയായിരുന്നു, വിതുരന്റെ ദേശമായിരിക്കുന്ന ഇറാൻ വൈഡൂര്യ ദേശമായിരുന്നു, കാണ്ഡഹാർ ഗാന്ധാരിയുടെ സ്വദേശമായിരിക്കുന്ന ഗാന്ധാരമായിരുന്നു. ധൃതരാഷ്ട്രര് ഗാന്ധാരിയെ സ്വീകരിച്ചതോടുകൂടി ഭാരതത്തിന്റെ അതിർത്തി അഫ്ഗാനിസ്ഥാനും അപ്പുറം പോയി. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിന്റെ വിസ്തൃതിയാണ് കുറഞ്ഞുപോയത്. ഗ്രീക്ക് സംസ്കാരം, മെസൊപ്പൊട്ടോമിയൻ സംസ്കാരം, ബാബിലോണിയൻ സംസ്കാരം, ചൈനീസ് സംസ്കാരം, റോമൻ സംസ്കാരം തുടങ്ങിയ അനവധി സംസ്കാരങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവയിൽ ഏതെങ്കിലും ഒരു സംസ്കാരം ഈ ഭൂമുഖത്ത് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പരിശോധിച്ചാൽ ഇല്ല എന്ന് നമുക്ക് ഉത്തരം കിട്ടും. എന്തുകൊണ്ട്? ആ സംസ്കാരത്തെക്കാളും അനേകായിരം വർഷങ്ങളുടെ പഴക്കമുള്ള നമ്മുടെ ഭാരതീയ സംസ്കാരം, ആർഷ ഭാരത സംസ്കാരം ഇന്നും നിലനിൽക്കുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷുകാര് ഇന്ത്യയേക്കാൾ 17 ഇരട്ടി വലുപ്പമുള്ള ആഫ്രിക്കൻ ഭൂഖണ്ഡം കീഴടക്കിയതിനു ശേഷം വെറും 62 വർഷങ്ങൾ കൊണ്ട് ആഫ്രിക്കൻ സംസ്കാരത്തെ പൂർണ്ണമായും തുടച്ചു കളഞ്ഞിട്ടുണ്ട്. AD 997 മുഹമ്മദ് ഗസ്നി ഭാരതത്തിലേക്ക് വന്നു. ഗ്ലോറി വന്നു, ഖിൽജി വന്നു, തൈമൂർ വന്നു. ഇവിടെ ഭരിച്ച അടിമ വംശം, തുഗ്ലക് വംശം, മുഗൾ വംശം തുടങ്ങിയവർ പുറത്തുനിന്ന് നീണ്ട 600 വർഷങ്ങൾ ഭാരതത്തെ ആക്രമിച്ചു. അതിനുശേഷം പോർച്ചുഗീസുകാര്, സ്പെയിൻകാര്, ഡച്ചുകാര്, പിന്നെ ഇംഗ്ലീഷുകാരും ഭാരതത്തെ ആക്രമിച്ചു. AD 997 മുതൽ 1947 ആഗസ്റ്റ് 15 വരെ ഏതാണ്ട് 9 നൂറ്റാണ്ടിൽ പരം കാലം വിദേശികൾ ആക്രമിച്ചിട്ടും ഭാരതീയ സംസ്കാരത്തെ നശിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മുടെ ഭാരതം മരിച്ചില്ല. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? ഭാരതീയ സംസ്കാരത്തെ എതിർക്കുന്നവരും അനുകൂലിക്കുന്നവരും വെറുതെ ഒന്ന് ചിന്തിക്കാം. ഭാരതീയ സമസ്ത സുഖിനോ ഭവന്തു എന്ന് നമ്മൾ പ്രാർത്ഥിച്ചിട്ടില്ല. ഭാരതീയർ പ്രാർത്ഥിക്കാറുള്ളത് ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നാണ്. ലോകത്തുള്ള എല്ലാവരും സുഖമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ ഭാരതീയർക്ക് മാത്രമേ സാധിച്ചിട്ടുള്ളൂ. നമ്മൾ എള്ളു പിടിച്ച് പിതൃതർപ്പണം നടത്തുമ്പോൾ ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. പിതൃതർപ്പണം കൊടുക്കുമ്പോൾ 13 വരികളുള്ള ഒരു വേദമന്ത്രം ചൊല്ലും. അതിലെ അവസാനത്തെ വരി സപ്തദ്വീപ നിവാസിനാം പ്രാണീനാം അക്ഷയ ഉപദിഷ്ടതു എന്നാണ്. 7 ഭൂഖണ്ഡങ്ങളിലും ജീവിക്കുന്ന എല്ലാ ജീവജാലങ്ങൾക്കും നന്മ വരുത്തേണമേ ജഗദീശ്വര എന്നാണ് ഇതിനർത്ഥം. ലോകരാഷ്ട്രങ്ങൾ നമ്മുടെ സംസ്കാരം അംഗീകരിച്ചു വരികയാണ്. കാനഡയിലെ ടൊറന്റോ യൂണിവേഴ്സിറ്റിയിൽ ഹിന്ദുയിസം എന്ന ഡിപ്പാർട്ട്മെന്റ് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. 2000-ഓളം ഇന്ത്യക്കാരല്ലാത്ത വിദ്യാർത്ഥികൾ അവിടെ പഠിക്കുന്നുണ്ട്. എഞ്ചിനീയറിംഗ് സബ്ജക്ട് മാത്രം പഠിപ്പിക്കുന്ന അമേരിക്കയിലെ MIT ഇപ്പോൾ സംസ്കൃതം കൂടി പഠിപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു.
അമേരിക്കയിലെ 4000-ഓളം സ്കൂളിൽ രാവിലെ 15 മിനിറ്റ് നേരം ഭഗവത്ഗീത നിർബന്ധമായി കമ്പൽസറി ആയിട്ട് ചൊല്ലണം. അമേരിക്കയിലെ പെൻസിൽവാനിയ യൂണിവേഴ്സിറ്റിയിലെ 70 സൈക്കോളജി പ്രൊഫസർമാർ നടത്തിയ പഠനത്തിൽ തെളിയിച്ചിരിക്കുന്നത് കുട്ടികൾ പതിവായി രാവിലെ 15 മിനിറ്റ് ഭഗവത്ഗീത ചൊല്ലുമ്പോൾ അവരുടെ പെരുമാറ്റ രീതിയിൽ ബിഹേവിയർ പാറ്റേൺ അസാധാരണമായ മാറ്റം സംഭവിക്കുന്നുവെന്നാണ്. സൈക്കോളജി പ്രൊഫസർമാരുടെ അഭിപ്രായത്തിൽ ഭഗവത്ഗീത ഒരു മതഗ്രന്ഥമല്ല, മറിച്ച് അത് ഒരു സൈക്കോളജിക്കൽ മാനേജ്മെന്റ് ബുക്കാണ്. ജർമ്മനിയിലെ സെന്റ് ജോർജ് യൂണിവേഴ്സിറ്റിയിൽ സംസ്കൃതം അറിയുന്നവർക്ക് മാത്രമേ അഡ്മിഷൻ ലഭിക്കുകയുള്ളൂ. ലോകത്തിൽ തന്നെ സംസ്കൃതം നിർബന്ധമാക്കിയിട്ടുള്ള ഏക യൂണിവേഴ്സിറ്റിയാണ് സെന്റ് ജോർജ് യൂണിവേഴ്സിറ്റി. 10,000-കണക്കിന് പാറ്റേൺ അമേരിക്കക്കാരും മറ്റു യൂറോപ്യൻ രാജ്യങ്ങളും ഭാരതീയ അറിവുകൾ ഉപയോഗിച്ചെടുത്തു കഴിഞ്ഞു. ശൈശവ വിവാഹവും സതീ സമ്പ്രദായവും നാടിന്റെ ശാപമാണെന്ന് പറയാറുണ്ട്. UGC അംഗീകരിച്ച ഒരു ഹിസ്റ്ററി ടെക്സ്റ്റ് ബുക്കിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് തൈമൂർ ഭാരതത്തിൽ വരുന്നതിന് മുമ്പ് വരെ ഇവിടെ ശൈശവ വിവാഹവും സതീ സമ്പ്രദായവും ഉണ്ടായിരുന്നില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇക്കാര്യം ഫാബിയൻ എന്ന് പറയുന്ന ചൈനീസ് സഞ്ചാരി അദ്ദേഹത്തിന്റെ ഒരു ഗ്രന്ഥത്തിൽ ഉദാഹരണ സഹിതം വ്യക്തമാക്കുന്നുണ്ട്. വിവാഹം കഴിച്ച സ്ത്രീകളെ ഒരു കാരണവശാലും ബലാത്സംഗത്തിനോ ചാരിത്രഹീനപരമായ മറ്റു കർമ്മത്തിനോ ഉപയോഗിക്കരുതെന്ന് ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തൈമൂറിനെ പോലെയുള്ളവരിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയാണ് ഭാരതത്തിലെ സ്ത്രീകൾ ശൈശവ വിവാഹത്തിനും സതീ സമ്പ്രദായത്തിനും ഇരയാകേണ്ടി വന്നത്. 1947 വരെ വിദേശികൾ നശിപ്പിച്ച നമ്മുടെ സംസ്കാരം അതിനുശേഷം നമ്മൾ തന്നെ നശിപ്പിക്കാനായിട്ട് തുടങ്ങി. സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം റീജിയണൽ റിസർച്ച് ലബോറട്ടറി ജമ്മു കാശ്മീരിലെ ശാസ്ത്രജ്ഞനായ ഡോക്ടർ ചോപ്ര ആയുർവേദവും വെജിറ്റബിൾ ഫുഡും ആധാരമാക്കി എഴുതിയ ഭാരതത്തിന്റെ ആരോഗ്യശാസ്ത്രത്തിന്റെ അടിസ്ഥാനം അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ മുന്നിൽ സബ്മിറ്റ് ചെയ്തപ്പോൾ ഞാൻ ഫോളോ ചെയ്യുക കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ സിലബസ് ആയിരിക്കും എന്ന് പറഞ്ഞ് അദ്ദേഹം അത് തള്ളിക്കളയുണ്ടായി. ഡോക്ടർ ചോപ്ര എഴുതിയ ആ പുസ്തകം 2 വർഷത്തിന് ശേഷം മാവോസത്തുങ് ചൈനയിൽ പ്രയോഗത്തിൽ വരുത്തി. ഭാരതത്തിൽ അത് നടപ്പിലാക്കിയില്ല. ചൈനയുടെ ബേസിക് ഹെൽത്ത് പോളിസി ഡോക്ടർ ചോപ്ര എഴുതിയ ആ പുസ്തകമാണ്. അനവധി കാലം അടിമത്തത്തിൽ കഴിഞ്ഞ ഒരു രാഷ്ട്രം, അസാധാരണ വൈഭവശേഷിയുള്ള ഋഷിവര്യന്മാർക്ക് ജന്മം കൊടുത്ത ഒരു രാഷ്ട്രം, ശാസ്ത്രത്തിന്റെ മകുടോദാഹരണമായി വർത്തിച്ചെന്ന് സർ ആൽബർട്ട് ഐൻസ്റ്റീനും സ്റ്റീഫൻ ഹോക്കിൻസിനെ പോലെയുള്ള പ്രഗത്ഭർ പറഞ്ഞ രാഷ്ട്രം, ലോക ജനതയ്ക്ക് സ്വർണ്ണ താമ്പാളത്തിൽ വെച്ച് കൊടുക്കാൻ പാകത്തിന് സാങ്കേതിക വിദ്യകളുടെ പരമകാഷ്ഠയിലെത്തിയിരുന്ന ഒരു രാഷ്ട്രം, ആത്മീയതയിലെ ലോക ജനതയ്ക്ക് മാർഗനിർദ്ദേശം കൊടുത്ത ഒരു രാഷ്ട്രം, ആ ആത്മീയത അത്യാധുനിക ശാസ്ത്രത്തിന് നേരെ കാർപ്പറ്റ് വിരിച്ചു കൊടുക്കുന്ന ഒരു രാഷ്ട്രം, സാഹിത്യത്തിൽ മറ്റേത് രാഷ്ട്രത്തിനും ചിന്തിക്കാൻ പറ്റാത്ത വിധത്തിൽ ഭാരതീയ സാഹിത്യ നിയമങ്ങൾ ഉദയം ചെയ്ത ഒരു രാഷ്ട്രം, സ്വാതന്ത്ര്യം കിട്ടിയ ഇത്രയും കാലത്തിന് ശേഷവും കഴിഞ്ഞതിന് ശേഷവും സ്വന്തം നാടിനെക്കുറിച്ചും നാടിന്റെ പൈതൃകത്തെക്കുറിച്ചും അറിയാൻ ശ്രമിക്കാത്തതുമായ ലോകത്തിലെ ഏക ജനത ചിലപ്പോൾ ഭാരതീയർ മാത്രമായിരിക്കും. ഒരുപക്ഷെ ഭാവിയിൽ ഭാരതീയർക്ക് വേദങ്ങളെക്കുറിച്ചും നമ്മുടെ സംസ്കാരത്തെക്കുറിച്ചും പഠിക്കാൻ പാസ്പോർട്ടും വിസയും എടുത്ത് അമേരിക്കയിലേക്കും മറ്റു യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും പോകേണ്ടി വരുന്ന കാലഘട്ടം വന്നാൽ പോലും അതിൽ അത്ഭുതപ്പെടാനില്ല എന്ന് വേദനയോടെ പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്തേ.